കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിന് പിന്നിൽ സ്ഥലം എം.എൽ.എ. ഡോക്ടർ എൻ. ജയരാജിന്റെ അനാസ്ഥയാണെന്ന് യു.ഡി.എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കുന്നതിന് കരാർ കമ്പനിക്കെതിരെ കാഞ്ഞിരപ്പള്ളി എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപഹാസ്യവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ്. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കരാർ കമ്പനിയുടെ പരാതികൾ വസ്തുതാപരമായി പരിശോധിക്കുന്നതിന് പകരം കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന അധികാരികളുടെ പ്രസ്താവന ബൈപ്പാസ് നിർമ്മാണം അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് സംശയിക്കുന്നതായും യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. ഇനിയും ടെൻഡർ ചെയ്ത് റീടെൻഡർ ചെയ്ത് ഇതുമായി മുന്നോട്ട് പോയാൽ ഉടനെ എങ്ങും കാഞ്ഞിരപ്പള്ളിയുടെ ബൈപ്പാസ് വരുവാനായിട്ട് പോകുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മളെല്ലാം അത്യാവശ്യം സാമാന്യ ബോധമുള്ളവരാണ്. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസങ്ങൾ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിലൊക്കെ അവർ വായിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു കരാർ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അവർ ലീഗലായിട്ടുള്ള നടപടികളിലേക്ക് പോകും. ഈ പറയുന്ന പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് നിക്ഷിപ്ത താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഡിമാൻഡ് വളരെ വ്യക്തമാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇനിയും ഇവർ ഈ കമ്പനി പറയുന്നത് പോലെ അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുക കുറവാണോ? കിഫ്ബി യോഗം ചേരുന്നുണ്ടല്ലോ. ഓരോ മാസം 1-2 തവണ കിഫ്ബി കൂടുന്നുണ്ട്. ഇവർക്ക് ആ പദ്ധതി ചെലവ് കൂട്ടിക്കൊടുക്കാം. ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ഒറ്റയടിക്ക് പറയുക ഈ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തും, അല്ലെ ഈ കമ്പനിക്ക് ഇനി കരാർ നൽകില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സമവായത്തിൻ്റെ വഴിയിലൂടെ പോയി ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. 2007-2008 സർക്കാർ ഫാസ്റ്റ് ട്രാക്കിൽ ഉൾപ്പെടുത്തി തുടക്കമിട്ട ബൈപ്പാസ് പദ്ധതിയാണ് അനന്തമായി നീണ്ടുപോകുന്നത്. പലതവണ ടെൻഡറും റീടെൻഡറും ചെയ്തതിനു ശേഷമാണ് ഗുജറാത്തിലെ ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കരാർ ഏറ്റെടുത്തത്. ബൈപ്പാസിന് വേണ്ടി അനുവദിച്ച തുക അപര്യാപ്തമായതിനാലാണ് മുൻപ് നിർമ്മാണ കമ്പനികൾ ടെൻഡർ നടപടികളിൽ നിന്നും വിട്ടുനിന്നത്. നിലവിൽ കരാർ എടുത്തിരിക്കുന്ന കമ്പനിയെ ഒഴിവാക്കി പദ്ധതി റീടെൻഡർ ചെയ്ത് മറ്റ് കമ്പനികൾക്ക് കരാർ നൽകാനുള്ള തീരുമാനം ബൈപ്പാസ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുമെന്നും യു.ഡി.എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ബൈപ്പാസ് നിർമ്മാണം അട്ടിമറിക്കുന്നതിനെതിരെ യു.ഡി.എഫ് പ്രക്ഷോഭം ആരംഭിക്കുകയാണെന്നും ആദ്യഘട്ടമായി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കരാറുകാരൻ പണി നിർത്തിവെച്ച പഞ്ചായത്ത് ഓഫീസ് പടിയിലെ പില്ലറുകളിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുമെന്നും യു.ഡി.എഫ് നേതാക്കൾ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യു.ഡി.എഫ് നേതാക്കളായ പ്രൊഫസർ റോണി കെ ബേബി, ബിജു പത്യാല, വി.എസ്. അജ്മൽ ഖാൻ, ജോയി മുണ്ടാമ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.